ഉരക്കുഴി വാട്ടർഫാൾസ് കേട്ടോ. അവിടെ ആനപ്പിണ്ടിയടാ. ഇതുവരൊക്കെ ആന വന്നിട്ട് കയറി ആന വന്ന് മേഞ്ഞ് നടക്കുന്ന സ്ഥലമാണ്. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് ഒറ്റയ്ക്ക് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ഇവിടെ ഒരാൾക്കും അല്ലെങ്കിൽ ഒരു ടീമായിട്ടും ആളുകളും. ഡാമിൻ്റെ ഉള്ളിലൊരു വെള്ളച്ചാട്ടം കിട്ടും. ആ വെള്ളച്ചാട്ടം കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ സമയത്രേടാ 5 മണിയോ, നല്ല ഇരുട്ടായിട്ടുണ്ടേ. അപ്പോൾ ഇവിടെ ഈ കമ്പി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കണ്ട് പോവാം. അങ്ങനെ പോയിട്ട് നമ്മൾ കാണുന്ന ആ ഒരു വ്യൂ പോയിന്റ്, കക്കയം ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുമ്പോൾ പുഴയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ള KCB വനവകുപ്പും ചേർന്നിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ബോർഡ് അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്വിറ്റ്സർലൻഡ് വ്യൂ പോയിന്റ് ആണ്. കുറ്റ്യാടി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് കക്കയം ഡാം. മച്ചന്മാരെ, അങ്ങനെ നമ്മൾ കക്കയം ഡാമിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ താഴത്ത് നിന്നൊരു പാസ് എടുക്കണം, മുകളിൽ നിന്നൊരു പാസ് എടുക്കുന്നുണ്ട്. മച്ചാനത്തെ പാസ് എടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് മുകളിൽ കയറിയിട്ട് 5 മണിയാകുമ്പോൾ ഇവിടുന്ന് എസ്കേപ്പ് ആവണം. അപ്പോൾ മച്ചന്മാരെ, നമ്മൾ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതിന്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ കേട്ടോ. ഇവിടെ ബോട്ടിങ്, നമ്മൾ ഇവിടേക്ക് വന്ന പോലുള്ള അത്ര റഷായിട്ടുള്ള സംഗതി ഒന്നും ഇല്ല. മറ്റും മേലെ ഫീൽ ഗുഡാണ്. അപ്പൊ ഇതാണ് ഡാം. അവിടെ ബോട്ടിങ് ഉണ്ട് കേട്ടോ. അപ്പുറത്തുണ്ടാ ആ സൈഡിലൊരു വ്യൂ ഉണ്ട്. ഇതാണ് ഡാമിന്റെ മറ്റൊരു സൈഡാണ് തോന്നുന്നത്. ഇവിടെ കുട്ടികൾക്കായിട്ട് കളിക്കാനായിട്ട് ഒരുപാട് സംഗതികൾ, പിന്നെ ഹോട്ടലുണ്ട് കേട്ടോ. അപ്പോൾ മച്ചന്മാരെ, യാദൃശ്ചിക വശാൽ നമ്മുടെ Insta360 സ്റ്റോറേജ് ഫുള്ളായിരുന്നു കേട്ടോ. മൊബൈലിലെ വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണുക. കോടൊക്കെ ഏകദേശം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടാ മലമുകളിൽ. ഇതാണ് ഡാം, മുകളിലുള്ള ഡാമാണ്. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് അല്ലേ, പക്ഷെ വലിയ ഒരു രീതിയിലുള്ള വെള്ളമൊന്നുമില്ല. പ്രത്യേകിച്ച് പറയുമ്പോൾ മഴക്കാലൊക്കെയാണ്. കാരണം അത്രയ്ക്ക് പീക്ക് ലെവലാണ് ഈ ഡാം നിൽക്കുന്നത്, സ്ഥിതി ചെയ്യുന്നത്. കുട്ടികളൊക്കെ അവിടെ തകർപ്പൻ കളിയിലാണ്. നമ്മളിവിടേക്ക് പോകുന്ന വഴി ചെറിയൊരു ഇൻഫർമേഷൻ കേട്ടോ. കേരളം വനം വന്യജീവി വകുപ്പ് കക്കയം ടൂറിസത്തിന്റെ ചെറിയൊരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. 36 ഡൈവേഴ്സിറ്റി സ്പോട്ടുകൾ, മലനിരകൾ സ്ഥിതി ചെയ്യുന്ന ഒരു അതിനുള്ള സ്ഥലമാണ് മലബാർ വന്യജീവി സംഘം. മലബാർ വന്യജീവി സംഘത്തിനെ കുറിച്ചൊരു ചെറിയൊരു പോസ്റ്റർ അവിടെ കൊടുക്കുന്നുണ്ട്. ഏറ്റവും മുകളിലായിട്ട് കേരളം വനം വന്യജീവി വകുപ്പിന്റെ ചില ബോർഡുകളും നിർദ്ദേശങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളുടെ സ്റ്റേ ആണ് മുകളിൽ. നമുക്ക് വേഗം പോയിട്ട് ഡാം വ്യൂ ഒന്ന് കാണണം. 5 മണിയാകുമ്പോഴേക്കും ഇവിടുന്ന് ഇറങ്ങണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ദൂരം ഉണ്ടാവൂലേ. റിസർവ് പോയി ഇറങ്ങുവാൻ പാടുള്ളതല്ല, ഇവിടേക്ക് ഇറങ്ങാനും പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലെറ്റ്സ് ഗോ. മുകളിലേറ്റം വണ്ടി വരും. പിന്നെ ഡാമിന്റെ ഒരു വ്യൂ കാണാനായിട്ട് നമ്മൾ കുറച്ച് നടക്കണം കേട്ടോ. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഇതാ കുറങ്ങൻസ്. ഒരുപാട് കുറഞ്ഞ മാത്രമേ ഉള്ളൂ. വന്യജീവി നമ്മുടെ ആനയും ക്യാമറ ഉണ്ടായാലോ. ഇപ്പൊ ഭയങ്കര ചൊറിയാട്ടോ അവിടെ. കുട്ടി തറ KCB കുറ്റ്യാടി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് കക്കയം ഡാം. കുറ്റ്യാടി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റാണ് ഇവിടെ. അപ്പൊ മച്ചാമാരെ, നമ്മൾ ഡാമിന്റെ വ്യൂ കാണാനായിട്ട് മുന്നോട്ട് പോവാണ്. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഈ റോഡിലെ ലെഫ്റ്റ് സൈഡിലേക്ക് നോ എൻട്രി ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തോന്നുന്നു റിസർവെയർ അല്ലേ, റിസർവെയർ KCB സ്റ്റേറ്റ് ഇലക്ട്രിക് ബോർഡ്. സ്വിറ്റ്സർലൻഡ് വ്യൂ പോയിന്റ് ആണ്. ഒരു ആനപ്പിണ്ടൊക്കെ കണ്ടിട്ടോ ചമാരെ. 5 മണി കഴിഞ്ഞാൽ എല്ലാവരും സ്റ്റക്കായി നിൽക്കുക ഇവിടെ. അപ്പൊ 5 മണി വരെ ടൈമുള്ളൂ ഇവിടെ. ഒക്കെ ഡാം ഇവിടെയാണ്. ഞാൻ പോയിട്ടെന്താ ഉരക്കുഴി വാട്ടർഫാൾസ് കേട്ടോ. അവിടെ ആനപ്പിണ്ടിയടാ. ഇതുവരൊക്കെ ആന വന്നിട്ട് കയറി ആന വന്ന് മേഞ്ഞ് നടക്കുന്ന സ്ഥലമാണ്. ഞങ്ങൾ നേരം വൈകി ചേച്ചി. 5 ആയോ?
ഒരു കിലോമീറ്റർ ഉണ്ടോ? എൻ്റെ അതാ 15 മിനിറ്റ് നടക്കണ്ടല്ലോ. കാറ് ഉടനെ നീ ചമാരെ കിട്ടുന്ന വ്യൂ പോയിന്റ് ആട്ടോ. നമ്മള് ഡാമിനോട് അടുത്തെത്താനായി തുടങ്ങിയിരിക്കുന്നു. ഇനി ഏകദേശം 15 മിനിറ്റ് നടക്കാനുണ്ടെന്ന് പറയുന്നത്. ഒരു 1.5-2 കിലോമീറ്റർ ഉണ്ടാവും. ഡാം ഇട്ടോ. എടാ ഈ ഇത് നമ്മൾ വന്നായില്ലോ. ഇല്ല ഇതാണ് ഒറിജിനൽ ഡാം. ഡാമിന്റെ സൈഡ് ഡാം വ്യൂ എവിടെയാണ്? അപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ? ഒരു രക്ഷയില്ല പോകാൻ. തൽക്കാലം നമുക്ക് തീരെ നേരില്ല. ബാക്കിയുള്ള ആ കാഴ്ചകളൊക്കെ കാണാം. കക്കയം ഡാമിന്റെ ആ ഫ്രണ്ടിലുള്ള ഒരു കാഴ്ച കേട്ടോ ഇനി കാണാൻ പോകുന്നത്. ഡാം ചെറിയ ഒരു ഡാമാണ്, പക്ഷെ ഭയങ്കര പീക്ക് ലെവലാണ്. ഉയരത്തിലാണ് ഡാം സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് കുറഞ്ഞമാരുണ്ട് കേട്ടോ. ഇതാണ് ഡാമിന്റെ വ്യൂ. നമ്മൾ പോകുന്ന വഴി കണ്ടില്ലേ? 2 ഷട്ടറുള്ളൂ അല്ലേ? 2 ഷട്ടർ. അച്ഛന്മാരെ അങ്ങനെ നമ്മൾ കുറച്ചധികം നടന്ന് ദൂരത്തെത്തിയിട്ടുണ്ട്. ഇനിയും കുറച്ചധികം നടക്കാനുണ്ട്. റോഡ് താഴെയാണ്. മഴ പെയ്താൽ പറ്റ സീനാവും. നമ്മൾ ഒരു കോട്ട് ഒന്നും എടുത്തിട്ടില്ല. ആകെ പെട്ടവഴി. ഫോറസ്റ്റ് ഊരക്കുഴി വെള്ളച്ചാട്ടം. ഇവിടെ ഒരു വെള്ളച്ചാട്ടം കിട്ടോ. അപകട സാധ്യത സ്വയം ഒഴിവാക്കുക എന്നുള്ള ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ ഉള്ളിലേക്ക് കടക്കാം. ഡാമിന്റെ ഉള്ളിലൊരു വെള്ളച്ചാട്ടം കിട്ടും. ആ വെള്ളച്ചാട്ടം കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ സമയത്രേടാ 5 മണിയോ? നല്ല ഇരുട്ടായിട്ടുണ്ടേ. ഇരുട്ടായി എന്ന് പറഞ്ഞപ്പോൾ മുകളിൽ മാത്രം ഒരു വെളിച്ചം കിട്ടി. ഇവിടെ വന്ന് നമ്മളൊരു 10-15 കിലോമീറ്ററോളം ഓടി താഴത്തേക്ക് പോകാനുണ്ട്. അതായത് മെയിൻ റോഡ് എത്തണമെങ്കിൽ. എന്നാലും ഭയങ്കര തണുപ്പാണ്, ഭയങ്കര തണുപ്പ്. അവിടെ ഏകദേശം വെള്ളച്ചാട്ടത്തിന്റെ ഒച്ചയൊക്കെ കേട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. അല്ലേ? അടുത്തെത്താൻ കിലോമീറ്ററുകൾ മാത്രമാണ്, അല്ല മീറ്റർ ദൂരങ്ങൾ മാത്രമാണ് ബാക്കി. കക്കയം ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുമ്പോൾ പുഴയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ള KCB വനവകുപ്പും ചേർന്നിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ബോർഡോടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഉരക്കുഴി വാട്ടർഫാൾ. കുറച്ച് നിർദ്ദേശങ്ങളോട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വഴുക്കലൊന്നും ഇല്ലാന്ന് അവർ പറഞ്ഞത്. പിന്നെ ഇവിടെ നമ്മളെ എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ ഹെൽപ്പിനായിട്ട് ഒരു ഫോറസ്റ്റ് ടീം ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ ഈ കമ്പി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കണ്ട് പോവാം. ഓക്കെ, അങ്ങനെ പോയിട്ട് നമ്മൾ കാണുന്ന ആ ഒരു വ്യൂ പോയിന്റ് എന്താണെന്ന് അറിയില്ല. എന്തായാലും മുന്നോട്ട് തന്നെ. അങ്ങനെ മച്ചന്മാരെ നമ്മൾ ടോപ്പിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കാണുന്നൊരു വ്യൂ ആട്ടോ. ഇവിടെ ഒരു റോപ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഭാഗത്ത് കണ്ടോ? ഇവിടെ വല്ലാതെ റഷായിട്ട് ആളുകളൊന്നും ഇല്ല. കാരണം ഒരുപാട് നടക്കാനും നമുക്ക് ഒരുപാട് ട്രാവൽ ചെയ്ത് വരാനുണ്ട്. അതുകൊണ്ട് ആളുകൾ കുറവാണ്. അപ്പോൾ ഇതാണ് മച്ചന്മാരെ ആ ടോപ്പിൽ നിന്ന് നമുക്ക് കാണുന്ന ഒരു വ്യൂ ട്ടാ. ഒരു രക്ഷയില്ല അല്ലേ? ആ റോപ്പ് പിടിച്ചൊക്കെ പൊട്ടിയാണ്. അപ്പുറത്തേക്ക് നല്ല നടക്കാനുള്ള ഒരു അവസരം മുന്നേ ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. മുകളിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരു ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട്. വാട്ടർഫോളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇനി നിങ്ങൾ കാണുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദത്താൽ നമ്മൾ പറയുന്നത് എത്രമാത്രം കേൾക്കാനുണ്ടെന്ന് അറിയില്ല. എങ്കിലും ഞാൻ കാണിച്ചു തരാം.
മച്ചാന്മാരെ കക്കയം ഡാമിൽ നിന്നുള്ള ആ ചെറിയൊരു വാട്ടർഫോളാണ് നിങ്ങൾ കണ്ടത്. ഒരുപാട് അടി ഉയരത്തിലാണ്. എത്ര കറക്റ്റ് ഉയരം എന്നറിയില്ല, എങ്കിലും ഒരു 2000-2000-2000-നോളം അടുത്ത അടി ഉയരത്തിലുണ്ടാവും തീർച്ചയാണ്. എന്തായാലും നമ്മുടെ അടുത്തൊക്കെ ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും പോയി കാണേണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും സ്ഥലങ്ങളൊക്കെ പോയിട്ട് കാണാൻ ശ്രമിക്കുക. ഒറ്റയ്ക്ക് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് ഒറ്റയ്ക്ക് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. കൂടെ ഒരാളോ അല്ലെങ്കിൽ ഒരു ടീമായിട്ടും ആളുകൾ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ അതൊക്കെയാണ്. പക്ഷേ നമ്മൾ വരുന്ന വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ നടന്നിട്ട് നമ്മൾ ക്ഷീണിക്കുകയോ മറ്റ് സാഹചര്യത്തിൽ എന്തെങ്കിലും സംഗതി ഉണ്ടാകുമ്പോൾ ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഫാമിലി ആയിട്ട് വരണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്, അടിപൊളി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിടക്കാച്ചി വീഡിയോ